യർഗന്റെ പടിയിറക്കം ഓരോ ആൻഫീൽഡ് ആരാധകർക്കും വലിയ നിരാശയാണ് സമ്മാനിച്ചത്. ഒരു പതിറ്റാണ്ടിന്റെ ലിവർപൂൾ ജീവിതം അയാൾ അവസാനിപ്പിക്കാനൊരുങ്ങുമ്പോൾ പകരം ആ സ്ഥാനത്തേക്ക് ആര് എന്നതും വലിയ ആശങ്കയായിരുന്നു. റൂമറുകൾക്കൊടുക്കം ആർണയുടെ നാമം സജീവമാകുമ്പോഴും അയാളിൽ വലിയ പ്രതീക്ഷയൊന്നും ആരാധകർ നൽകിയിരുന്നില്ല. ലോകത്തെ വൻകിട ക്ലബ്ബുകൾക്ക് തന്ത്രം മെനഞ്ഞ ചരിത്രമില്ലാത്ത, വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് ലിവർപൂളിനെ പുറത്തെ ലോകത്തെ മുൻനിര ടീമിന്റെ ചുമതല ഏൽപ്പിക്കുന്നത് വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ക്ലോപ്പ് പടുത്തുയർത്തിയ അതേ സ്ക്വാഡുമായി വലിയ സൈനിങ് ഒന്നും നടത്താതെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നും പലരും ചോദിച്ചിരുന്നു. പെപ്പും മർട്ടാറ്റയുമെല്ലാം അരങ്ങത്തീർക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ വേദികളെ പ്രകമ്പനം കൊള്ളിക്കാൻ സ്ലോട്ടിനാവില്ല എന്നും മുദ്ര കുത്തിയവരുമേറെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ EPL-ൽ ലിവർപൂളുമായി പിന്നീട് അയാളൊരു പടയോട്ടം നടത്തുന്നുണ്ട്. അധികായകർക്കാർക്കും വെല്ലുവിളി ഉയർത്താൻ പോലും ആവാത്ത വിധം പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനം ഭദ്രമാക്കി ലിവർപൂൾ കുതിക്കുന്നുണ്ട്. എക്കാലവും ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കാറുള്ള ലീഗിൽ ഒത്ത എതിരാളികളില്ലാതെ ലിവർപൂൾ ഇംഗ്ലണ്ടിന്റെ ജേതാക്കളായിരിക്കുന്നു. മുമ്പേ ലിവർപൂളിന്റെ കിരീട നേട്ടം ഉറപ്പിച്ചതാണ്. എഴുതിത്തള്ളിയ സ്ലോട്ടിലൂടെ തന്നെ ചെമ്പട ചാമ്പ്യന്മാരാവുകയുണ്ടായി. ആർണയെ സംബന്ധിച്ച് പ്രീമിയർ ലീഗ് നേടൽ ഒരിക്കലും എളുപ്പമുള്ള ഒന്നായിരുന്നില്ല. എപ്പോഴും കടുത്ത പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന മണ്ണിൽ അയാൾ മത്സരിക്കേണ്ടത് പെപ്പിന്റെ സിറ്റിയോടായിരുന്നു, അർട്ടേറ്റയുടെ ആർസണലോടായിരുന്നു. ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും നടത്താതെ ഇവരെയെല്ലാം തറപ്പറ്റിച്ച് കിരീടം ചൂടൽ അല്പം ബുദ്ധിമുട്ടേറിയത് തന്നെയാണ്. പക്ഷേ അയാൾക്ക് മുമ്പിൽ കൃത്യമായ പദ്ധതികളുണ്ടായിരുന്നു. ഓരോ പ്ലാനുകളും ഇംഗ്ലീഷിന്റെ മണ്ണിൽ അയാൾ നടപ്പാക്കിക്കൊണ്ടേയിരുന്നു. ആൻഫീൽഡ് ആരാധകർ കരുതിയതിലും അപ്പുറം ലിവർപൂളുമായി അയാൾ കുതിച്ചുകൊണ്ടേയിരുന്നു. ശരിക്കും ഒരു വിപ്ലവം തീർത്തു. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു കിരീടത്തിലേക്ക് ആൻഫീൽഡുകാർ ഓടിയെടുക്കുമ്പോൾ മാറ്റി നിർത്താൻ പാടില്ലാത്ത നാമങ്ങൾ വേറെയുമുണ്ട്. മോസലയുടെ മാജിക്കൽ മൂവ്മെന്റുകളും ഗാക്പോയും ന്യൂനസും ഡയസും നടത്തിയ അറ്റാക്കുകളും മാക്കയുടെയും ഗ്രാവംബർഗിന്റെയും സൊബസ്ലായുടെയും പാസുകളും വാൻഡേക്കും കൊനാട്ടയും അലിസൺ ബക്കറും എല്ലാം തീർത്ത പ്രതിരോധവും, അങ്ങനെ എല്ലാം കൊണ്ടും സ്ലോട്ടിന്റെ ചെമ്പട ഹൃദയം കവർന്നിരിക്കുകയാണ്. ആൻഫീൽഡുകാർക്കിനി ആഘോഷരാവുകളാണ്. 2019 ശേഷം വീണ്ടും ഒരു കിരീട നേട്ടം. ചുവന്നു തുടുത്ത ആൻഫീൽഡ് സ്റ്റേഡിയത്തെ സാക്ഷ്യം വഹിച്ച് ലിവർപൂൾ ആ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു.